നരേന്ദ്രമോദി സർക്കാരും പോലീസും അന്യായമായി അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വെക്കാൻ ശ്രമിക്കുന്ന ഉദയഭാനു ചിബിനെ നേരിട്ട് കണ്ടു. ഇന്നലെ രാത്രി മുതൽ അദ്ദേഹം അവരുടെ കസ്റ്റഡിയിലാണ്. പോലീസ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. ആ പ്രതിഷേധ സ്ഥലത്ത് ഇല്ലാതിരുന്ന ഉദയഭാനു ചിബിനെ ബോധപൂർവം IYC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ബോധപൂർവം വേട്ടയാടാൻ ശ്രമിക്കുന്നത് വാർത്തകളുടെ ഡൈവേഷനും കൂടെ വേണ്ടി കൂടിയാണ്. ഗവൺമെന്റിന്റെ പരാജയങ്ങൾ വാർത്തയാവുന്നതിന്, ഗവൺമെന്റിന്റെ പരാജയങ്ങൾ ചർച്ചയാവുന്നതിന് പകരം ഇത്തരം കാര്യങ്ങൾ ചർച്ചയാവട്ടെന്നാണ് തീരുമാനം. ഞാനിപ്പോൾ അഭിഭാഷകരുമായിട്ട് സംസാരിച്ചു. അവർ പറയുന്നത് ഇതൊരു പ്രാക്ടീസായി തുടങ്ങിയാൽ ഇന്ത്യയിൽ പിന്നെ പ്രതിഷേധങ്ങളുടെ അവസ്ഥ എന്താണ്, ജനാധിപത്യ പ്രതിഷേധങ്ങളുടെ വിയോജിപ്പുകളുടെ അവസ്ഥ എന്താണെന്ന്. വിയോജിപ്പ് ഒരിക്കലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി അല്ല. ഭരണകൂടത്തോടും മറ്റ് സംവിധാനങ്ങളോടൊക്കെ വിയോജിക്കാനുള്ള ജനാധിപത്യ അവകാശത്തെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഒരു കാര്യം ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, ഇന്ത്യയുടെ ഇമേജിന് രാജ്യാന്തര തലത്തിൽ കോട്ടം തട്ടിച്ചത് യൂത്ത് കോൺഗ്രസ് ആക്ടിവിറ്റി അല്ല. ഇന്ത്യയുടെ AI സമ്മിറ്റിൽ, ഇന്ത്യ വളർന്നു വരുന്ന ടെക്നോളജിയിൽ AIയിൽ ഇന്ത്യ ഉണ്ടാക്കുന്ന നേട്ടങ്ങളെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടി നടത്തിയ സമ്മിറ്റിൽ ചൈനീസ് റോബോട്ട് കൊണ്ടുവച്ച് ഇത് ഇന്ത്യനാണെന്ന് അവകാശപ്പെടുന്ന മിസ്മാനേജ്മെന്റിന്, അതാണ് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യയെ നാണം കെടുത്തിയത്. ചോദ്യങ്ങൾ ചോദിക്കുന്നവരല്ല ഇന്ത്യ നാണം കെടുത്തുന്നത്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ പോയ ഭരണകൂടമാണ് ഇന്ത്യയെ നാണം കെടുത്തുന്നത്. ആ AI സമ്മിറ്റിന്റെ നടത്തിപ്പിനെ സംബന്ധിച്ച് നിരവധി വീഡിയോസ് നമ്മൾ കണ്ടു. വെള്ളത്തിനും യാത്രക്കും വരെ പ്രയാസങ്ങൾ പറയുന്ന പ്രതിനിധികളെ, ഡെലിഗേറ്റ്സിനെ നമ്മൾ കാണേണ്ടി വന്നു. ലാപ്ടോപ്പ് ഉൾപ്പെടെ മിസ്സായതിനെ സംബന്ധിച്ച് പോലും പരാതികളുണ്ടെന്ന് വാർത്തകൾ പുറത്തുവരും നമ്മൾ കണ്ടു. അത് വെറും ഒരു ഫോട്ടോ ഒപ്റ്റിക്സ് മാത്രമായി നടത്തിയ ഒരു സമ്മിറ്റ് ഇന്ത്യയുടെ ചൈനീസ് ഡിപ്പെൻഡൻസി വീണ്ടും എക്സ്പോസ്ഡ് ആവുന്ന തരത്തിലാണ് ഈ സമ്മിറ്റ് നടത്തിയത്. അവരാണ് ഇന്ത്യയെ നാണം കെടുത്തിയത്, അതല്ലാതെ പ്രതിഷേധക്കാരല്ല. ഇപ്പൊ അതിന്റെ പേരിൽ നടത്തുന്ന ഈ ശ്രമങ്ങൾ അതും ലോകരാജ്യങ്ങളുടെ ശ്രദ്ധയിൽപ്പെടില്ലേ? പല ലോകരാജ്യങ്ങളിലും ഇന്റർനാഷണൽ ഇവന്റുകൾ ഉണ്ടാവുമ്പോൾ ജനാധിപത്യ പ്രതിഷേധങ്ങൾ ഉണ്ടാവാറുണ്ട്, വലിയ റാലികൾ പോലും സംഭവിക്കാറുണ്ട്. അതിൽ അസ്വസ്ഥരായി അവരെ വേട്ടയാടാൻ ഇറങ്ങുന്ന, വിയോജിപ്പുകളെ ക്രിമിനൽ ആക്ടിവിറ്റിയായി കണ്ട് വേട്ടയാടാൻ ഇറങ്ങുന്ന ഗവൺമെന്റിന്റെ സമീപനം അതല്ലേ ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മെച്യൂരിറ്റിക്ക് കോട്ടം തട്ടിക്കുന്നത്? അമേരിക്കൻ പ്രസിഡന്റിന്റെ ക്ലെയിമുകളുടെ ഒന്നിന്റെ മുമ്പിലും മറുപടി പറയാൻ കഴിയാതെ വീക്കായി നിൽക്കുന്ന പ്രധാനമന്ത്രിയല്ലേ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്കൊരു മോശം ഇമേജ് ഉണ്ടാക്കുന്നത്? കേന്ദ്രമന്ത്രിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ എഫ്സ്റ്റീൻ ഫയൽസിൽ പേര് വരുന്ന സാഹചര്യം ഉണ്ടാക്കിയത് ഉദയഭാനു ചിബാണോ, യൂത്ത് കോൺഗ്രസ് ആണോ? ഇന്തോ അമേരിക്ക കരാറിൽ ബംഗ്ലാദേശിനുള്ള ആനുകൂല്യങ്ങൾ പോലും, അവകാശങ്ങൾ പോലും ഇന്ത്യക്ക് നിഷേധിക്കപ്പെടുന്നതിനെ തുറന്നു കാണിക്കപ്പെടുന്നതാണോ? അത്തരം കാര്യങ്ങളോട് പ്രതികരിക്കാൻ കഴിയാതെ പോകുന്നത് പ്രധാനമന്ത്രി കോംപ്രമൈസ്ഡ് ആണെന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുമ്പോൾ അതിന് കൃത്യമായി മറുപടി പറയാൻ കഴിയാതെ പോകുന്നതാണോ? പാർലമെന്റിനകത്ത് പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ പോലും അനുവദിക്കാത്തതാണോ? ഇതൊക്കെയല്ലേ ഇന്ത്യക്ക് നാണക്കേടുണ്ടാക്കുന്നത്? അതല്ലാതെ ഒരു ജനാധിപത്യ പ്രതിഷേധമാണോ ഇന്ത്യക്ക് നാണക്കേടുണ്ടാക്കുന്നത്? ഒരു കാര്യം, ഞങ്ങളെ നയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ട് ഉദയഭാനു ചിബോ, യൂത്ത് കോൺഗ്രസോ, രാജ്യത്തെ കോൺഗ്രസ് പ്രവർത്തകരോ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരും സർക്കാരിൻ്റെ ഈ ഏകാധിപത്യ പ്രവണതകൾക്ക് മുമ്പിൽ മുട്ടുമടക്കാനോ ഭയപ്പെടാനോ പോകുന്നില്ല. കോടതി വിധിക്ക് ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇന്ന് ഭോപ്പാലിൽ രാഹുൽജിയും ഖാർഗെജി ഉൾപ്പെടെ നയിക്കുന്ന മഹാറാലി ഇന്തോ അമേരിക്ക ട്രേഡ് ഡീലിൽ ഇന്ത്യക്കുണ്ടായ തിരിച്ചടികളെ തുറന്നു കാണിക്കുന്ന, എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കോംപ്രമൈസ്ഡ് ആണെന്ന് അദ്ദേഹം സംസാരിക്കുന്ന ഒരു മഹാറാലി. അപ്പം അതിൻ്റെ അറ്റൻഷൻ കൂടെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ അറസ്റ്റ് നടക്കുന്നത്. ഇതിൻ്റെ മുന്നിൽ മുട്ടുമടക്കുന്നത്. ഈ പ്രതിഷേധങ്ങളെ തെരുവിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗമില്ല. രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും നേതൃത്വം നൽകുന്നത്. കേട്ടുകേൾവിയില്ലാത്ത തരത്തിലാണ് ഒരു ജനാധിപത്യ പ്രതിഷേധത്തിനൊടുവിൽ ഒരു പൊതുമുതൽ നശിപ്പിക്കപ്പെടാത്ത, ഒരാളെയും ആക്രമിക്കാത്ത, വയലൻ്റ് അല്ലാത്ത ഒരു ജനാധിപത്യ പ്രതിഷേധത്തെ ഇത്ര കണ്ട് ഈ ഗവൺമെൻറ് ഭയപ്പെടുന്നതിന് വിയോജിപ്പുകളോട് പക വീട്ടാണ് ഗവൺമെൻറ്. അതിൻ്റെ മുന്നിൽ മുട്ടുമടക്കുന്നത്.